അക്കോസ്റ്റിക്സിന്റെ 3-ാം വോളിയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലേസർ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നതാണ് ലേസർ. ലേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയഡർ മെയ്മാൻ 1960. ലേസർ എന്നതിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് ഗോൾഡൻ ക്ലൗഡ് 1957. ക്യാൻസർ ചികിത്സയിൽ ലേസർ ഉപയോഗിച്ചു വരുന്നു. ഏറ്റവും കടുപ്പമുള്ള വസ്തുക്കളെ മുറിക്കാൻ കഴിവുള്ള രശ്മിയാണ് ലേസർ. ഇനി മേസർ. മേസർ എന്നത് മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. മേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ചാൾസ് എച്ച് ടൗൺസ്. റഡാർ എന്നാൽ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. റഡാർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആൽബർട്ട് എച്ച് ടൈലർ. ലിയോ സി. വിദൂര വസ്തുക്കളുടെ കൃത്യമായ സ്ഥാനനിർണയത്തിന് റഡാർ ഉപയോഗിക്കുന്നത് വിമാനങ്ങൾ, ബഹിരാകാശ പേടകങ്ങൾ, കപ്പലുകൾ എന്നിവയുടെ സ്ഥാനനിർണയത്തിന് റഡാർ പ്രയോജനപ്പെടുത്തുന്നു. റേഡിയോ തരംഗങ്ങളാണ് റഡാറിലൂടെ ഉപയോഗിക്കുന്നത്. മൂത്രാശയ കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിന് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. ആന്തരിക അവയവങ്ങളുടെ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്ന കിരണം സോഫ്റ്റ് എക്സ്റേ. റേഡിയോ, TV പ്രക്ഷേപണത്തിനായി ഉപയോഗിക്കുന്ന കിരണമാണ് റേഡിയോ തരംഗം. റേഡിയേഷനും ക്യാൻസർ ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന കിരണം ഹാർഡ് എക്സ്റേ. തരംഗദൈർഘ്യം കൂടിയതും ഊർജം കുറഞ്ഞതുമായ എക്സ്റേ സോഫ്റ്റ് എക്സ്റേ. മയിൽപീലിയിൽ കാണുന്ന വ്യത്യസ്ത വർണ്ണങ്ങൾ ഉണ്ടാകുന്ന സൂക്ഷ്മ കണങ്ങൾ ബുൾബിൾസ്. കണ്ണാടിയിൽ പ്രതിബിംബത്തിന്റെ വശങ്ങൾ ഇടം വലം തിരിഞ്ഞു വരാൻ കാരണമായ പ്രതിഭാസം പാർശ്വിക വിപര്യം. ലെൻസ്. ലെൻസിന്റെ പവർ അളക്കുവാനുള്ള യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. ഒരു ലെൻസിന്റെ പ്രകാശീയ കേന്ദ്രത്തിനും മുഖ്യ ഫോക്കസിനും ഇടയ്ക്കുള്ള അകലം ഫോക്കസ് ദൂരം. വിദൂര വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുകയും എന്നാൽ സമീപ വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിന്റെ ന്യൂനതയാണ് ദീർഘദൃഷ്ടി ഹൈപ്പർ മെട്രോപ്രിയ ലോങ് സൈറ്റ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് സംവ്രജന ലെൻസ് അഥവാ കോൺവെക്സ് ലെൻസ്. വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. ഉത്തല ലെൻസ്. മാഗ്നിഫയിങ് ഗ്ലാസ്സായി ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. മധ്യഭാഗം കട്ടി കൂടിയതും വശങ്ങൾ ഇടുങ്ങിയതുമായ ലെൻസ് കോൺവെക്സ് ലെൻസ്. മധ്യഭാഗം ഇടുങ്ങിയതും വശങ്ങൾ കട്ടി കൂടിയതുമായ ലെൻസ് കോൺകേവ് ലെൻസ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. ഒരു വിവ്രജന ലെൻസ് ഉപയോഗിച്ച് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാം. വിവ്രജന ലെൻസ് ഡൈവേഗിംഗ് ലെൻസ് എന്നറിയപ്പെടുന്ന ലെൻസ് കോൺകേവ് ലെൻസ്. സംവ്രജന ലെൻസ് കോൺവിയറിംഗ് ലെൻസ് എന്നറിയപ്പെടുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. ഒരു സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിച്ച് വിഷമദൃഷ്ടി പരിഹരിക്കാം. ഓപ്റ്റിക്കൽ ഗ്ലാസ് ആയി ഉപയോഗിക്കുന്നത് ഫ്ലൈൻഡ് ഗ്ലാസ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ബൈഫോക്കൽ ലെൻസ്. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. കോൺവെക്സ് ലെൻസിന്റെ ഉണ്ടാകുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകിയായതും റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. കോൺകേവ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം മിഥ്യയും നിവർന്നതും. ദർപ്പണം. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന മിറർ കോൺകേവ് മിറർ. ഷേവിംഗ് മിറർ ആയി ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ. കോൺകേവ് മിററിലെ പ്രതിബിംബം നിവർന്നതും വലുതായതും. സൂത്ര കണ്ണാടി ട്രിക് മിറർ ആയി ഉപയോഗിക്കുന്നത് സ്ഫെറിക്കൽ മിറർ. ടോർച്ചിലെ റിഫ്ലക്ടർ ആയി ഉപയോഗിക്കുന്നത് ദർപ്പണം കോൺകേവ് ദർപ്പണം. ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണം. വാഹനങ്ങളെ റിയർ വ്യൂ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് മിറർ. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണം. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം ചന്ദ്രനിൽ അന്തരീക്ഷ വായുവില്ല. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ശബ്ദത്തിന് സാധാരണ അന്തരീക്ഷ താപനിലയിൽ വായുവുള്ള വേഗത 300 മീറ്റർ പെർ സെക്കൻഡ്. ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കാൻ കാരണം ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയില്ല. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കോസ്റ്റിക്സ്. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം കാറ്റോഅക്കോസ്റ്റിക്സ്. ശബ്ദമുണ്ടാകാൻ കാരണം കമ്പനം. ഒരു വസ്തുവിന്റെ പ്രാണാതീത കമ്പനത്തിന്റെ ആവൃത്തി അതിന്റെ സ്വാഭാവികത ആവൃത്തിയോട് സമാനമാകുമ്പോൾ ആയതിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകുന്നതാണ് അനുനാദം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? അനുനാദം. ഡോപ്ലർ ഇഫക്റ്റ്. കേൾവിക്കാരന്റെയോ ശബ്ദ സ്രോതസ്സിന്റെയോ ആപേക്ഷിക ചലനം നിമിത്തം ശബ്ദത്തിന്റെ ആവൃത്തി വ്യത്യാസപ്പെടുന്നതായി അനുഭവപ്പെടുന്ന പ്രതിഭാസം ഡോപ്ലർ ഇഫക്റ്റ്. ഡോപ്ലർ ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഡോപ്ലർ. അന്തർവാഹിനി, വിമാനം എന്നിവയുടെ വേഗം മനസ്സിലാക്കുന്നത് ശബ്ദത്തിന്റെ ഏത് പ്രതിഭാസം ഉപയോഗിച്ചാണ്? ഡോപ്ലർ ഇഫക്റ്റ്. ശ്രോതാവിലേക്ക് അടുക്കുമ്പോൾ ശബ്ദത്തിന്റെ ആവൃത്തി കൂടുകയും അകലുമ്പോൾ ശബ്ദത്തിന്റെ ആവൃത്തി കുറയുകയും ചെയ്യുന്നു. അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണം ശബ്ദ തരംഗം. ശബ്ദത്തിന് 3 സവിശേഷതകളാണ്: ഉച്ചത, തായി, ഗുണം. ലൗഡ്നെസ്, പിച്ച്,
ക്വാളിറ്റി. ചെവിയുടെ ഡയഫ്രത്തിനുണ്ടാകുന്ന കമ്പനമാണ് തീവ്രത, ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഉച്ചത, ലൗഡ്നെസ്. ശബ്ദത്തിന്റെ വായുവിലുള്ള വേഗത 340 മീറ്റർ പെർ സെക്കൻഡ്. ജലത്തിലൂടെയുള്ള വേഗത 1453 മീറ്റർ പെർ സെക്കൻഡ്. തടിയിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത 3850 മീറ്റർ പെർ സെക്കൻഡ്. സ്റ്റീലിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത 5000 മീറ്റർ പെർ സെക്കൻഡ്. സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ കൂടിയുള്ള ശബ്ദത്തിന്റെ സഞ്ചാരം വേഗത്തിലായിരിക്കും. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഖരമാണ്. ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വാതകം. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത വാതകം, ദ്രാവകം, ഖരം എന്നീ ഓർഡറിൽ കൂടി വരുന്നു. ശബ്ദത്തിന്റെ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ. അലക്സാണ്ടർ ഗ്രഹാംബൽ എന്ന ശാസ്ത്രജ്ഞന്റെ ബഹുമാനാർത്ഥമാണ് ശബ്ദത്തിന്റെ ഉച്ചതയ്ക്ക് ഡെസിബൽ എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ശബ്ദ മലിനീകരണം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ. പാർപ്പിട മേഖലകളിലെ അനുവദനീയമായ ശബ്ദ പരിധി പകൽ 50 ഡെസിബലും രാത്രി 40 ഡെസിബലും. ശബ്ദത്തിന്റെ തീവ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോമീറ്റർ. ശബ്ദത്തിന്റെ ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്. ഹെൻറിച്ച് ഹെർട്സ് എന്ന ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ആവൃത്തിയുടെ യൂണിറ്റായി ഹെർട്സ് നൽകിയിരിക്കുന്നത്. ശബ്ദത്തിന്റെ കൂർമ്മത സ്ഥായി. ശബ്ദത്തിന്റെ കൂർമ്മത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആവൃത്തി. ട്യൂണിംഗ് ഫോർക്ക് കണ്ടുപിടിച്ചത് ജോൺ ഷോയർ. ആവൃത്തി കൂടുമ്പോൾ ശബ്ദത്തിന്റെ കൂർമ്മത കൂടുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദത്തിന് കൂർമ്മത കൂടുതലാണ്. മനുഷ്യനിൽ ശബ്ദമുണ്ടാക്കുന്നതിന് കാരണമായ ശരീരഭാഗം സ്വനതന്തുക്കൾ. നാം കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസം. ശ്രവണ സ്ഥിരത. മനുഷ്യന് ശ്രവണ സ്ഥിരത 1/10 സെക്കൻഡ്. ശബ്ദം ഒരു മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രതിഭാസം. പ്രതിധ്വനി ഉണ്ടാകുവാൻ ആവശ്യമായ ദൂരപരിധി 17 മീറ്റർ. ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനമാണ് അനുരണനം. ശബ്ദത്തെക്കാൾ ശബ്ദവേഗത്തിലോ സഞ്ചരിക്കുന്ന വസ്തുവിൽ ആഘാത തരംഗം മൂലമുണ്ടാകുന്ന ശക്തിയേറെ ഉയർന്ന ശബ്ദമാണ് സോണിക് ബൂം. ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന പൊട്ടൽ ശബ്ദത്തിന് കാരണം സോണിക് ബൂം. ശബ്ദത്തിന്റെ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് സബ്സോണിക്. ശബ്ദത്തെക്കാൾ കൂടുതൽ വേഗതയെ സൂചിപ്പിക്കുന്നത് സൂപ്പർസോണിക്. ശബ്ദത്തെക്കാൾ 5 ഇരട്ടി വേഗതയെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർസോണിക്. 20 ഹെർട്സിൽ കുറവുള്ള ശബ്ദതരംഗം ഇൻഫ്രാസോണിക് തരംഗങ്ങൾ. 2000 ഹെർട്സിൽ കൂടുതലുള്ള ശബ്ദതരംഗം അൾട്രാസോണിക് തരംഗങ്ങൾ. ശബ്ദത്തിന്റെ പ്രതിഫലനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങൾ മെഗാഫോൺ, സ്റ്റെതസ്കോപ്പ്. വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണം ടാക്കോമീറ്റർ. ശരീരത്തിലെ മുഴകളും മറ്റും കണ്ടെത്താൻ അൾട്രാസൗണ്ട് സ്കാനിംഗ്, സോണോഗ്രാഫി ഉപയോഗിക്കുന്നു. ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ്ങിനും ഉപയോഗിക്കുന്ന തരംഗം അൾട്രാസോണിക്. ആന, തിമിംഗലം, ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഇൻഫ്രാസോണിക്. എക്കോലൊക്കേഷൻ. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വൈല തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസം എക്കോലൊക്കേഷൻ. എക്കോലൊക്കേഷൻ പ്രയോജനപ്പെടുത്തുന്ന ജീവി വവ്വാൽ. ഇരയുടെ സാന്നിധ്യം അറിയുന്നതിനും തടസ്സങ്ങൾ ഒഴിവാക്കി സഞ്ചരിക്കുന്നതിനും വവ്വാൽ, ഡോൾഫിൻ മുതലായ ജീവികൾ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദതരംഗമാണ് അൾട്രാസോണിക്. സോണാർ. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സമുദ്രത്തിന്റെ ആഴം, മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം എന്നിവ നിർണ്ണയിക്കാനും കടലിലെ അടിത്തട്ടിന്റെ ചിത്രങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം അൾട്രാസോണിക് ശബ്ദം. സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷത എക്കോലൊക്കേഷൻ. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഇൻഫ്രാസോണിക്. ജലാശയങ്ങളുടെ ആഴം അളക്കുവാൻ ഉപയോഗിക്കുന്ന 2 ഉപകരണങ്ങൾ എക്കോ സൗണ്ടർ, ഫാത്തോമീറ്റർ. കപ്പലുകളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് നോട്ട്. ഒരു ഫാത്തം 6 അടി. ഒരു ഫാത്തം 1.8288 മീറ്റർ. നായകളുടെ ശ്രവണ പരിധി 67 ഹെർട്സ് മുതൽ 45 കിലോ ഹെർട്സ് വരെ. നായകളെ വിളിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൾട്ടൺ വിസിൽ. മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വളരെ ഉയർന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ ഗാൾട്ടൺ വിസിൽ. ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഓസിലോസ്കോപ്പ്. ശബ്ദ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണം സോണോമീറ്റർ. ജലാന്തർഭാഗത്തെ ശബ്ദങ്ങൾ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോഫോൺ. കേൾവി കുറവുള്ളവർ ശബ്ദം വ്യക്തമായി കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോഫോൺ. റെക്കോർഡ് ചെയ്ത ശബ്ദം പുനഃസംപ്രേഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഫോണോഗ്രാഫ്. ശബ്ദം വൈദ്യുത സ്പന്ദനങ്ങളാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം മൈക്രോഫോൺ. ശബ്ദങ്ങളും തീവ്രതയും. കഷ്ടിച്ചു കേൾക്കാൻ കഴിയുന്ന ശബ്ദം 0 to 10 ഡെസിബൽ. ശ്വസനം 10 ഡെസിബൽ. ക്ലോക്കിന്റെ സൂചിയുടെ ശബ്ദം 30 ഡെസിബൽ. മനുഷ്യന്റെ ശബ്ദം 60 to 65 ഡെസിബൽ. ടെലിഫോൺ ശബ്ദം 70 ഡെസിബൽ. മോട്ടോർ സൈക്കിൾ 70 to 80 ഡെസിബൽ. ടെലിവിഷൻ, അലാം, ക്ലോക്ക് 25 ഡെസിബൽ. മോട്ടോർ ഫോൺ
80 ഡെസിബൽ. വാക്വം ക്ലീനർ 80 ഡെസിബൽ. സിംഹഗർജനം 90 ഡെസിബൽ. ഇടിമുഴക്കം 100 ഡെസിബൽ. വിമാനം 120 ഡെസിബൽ. ജെറ്റ് വിമാനം 120 to 140 ഡെസിബൽ. വെടിവെയ്ക്കുമ്പോഴുള്ള തോക്കിന്റെ ശബ്ദം 120 ഡെസിബൽ. ചെവിക്ക് തകരാറുണ്ടാകുന്ന ശബ്ദം 120 ഡെസിബലിനു മുകളിൽ. റോക്കറ്റ് 170 ഡെസിബൽ. വാഹനങ്ങളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഡോമീറ്റർ. സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് മാക് നമ്പർ. 1 Mach = 340 m/s. ശബ്ദത്തിന്റെ വായുവിലുള്ള വേഗതയ്ക്ക് തുല്യം. ഒരു വസ്തുവിന്റെ ഒരു മാധ്യമത്തിലെ സഞ്ചാര വേഗവും ആ മാധ്യമത്തിൽ ശബ്ദത്തിന്റെ വേഗവും തമ്മിലുള്ള അനുപാതമാണ് മാക് നമ്പർ. ഏണസ്റ്റ് മാക് എന്ന ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥമാണ് മാക് നമ്പർ എന്ന പേര് നൽകിയിരിക്കുന്നത്. കോൺകോർഡ് വിമാനങ്ങളുടെ വേഗത 2 Mach നമ്പർ. കോൺകോർഡ് വിമാനങ്ങളുടെ വേഗതയാണ് 2 Mach നമ്പർ.